അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ കുറച്ച് ഹോട്ട് ടോപ്പിക്സ്, അതായത് ആ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകുമെന്ന് ഉറപ്പുള്ള കുറച്ച് ടോപ്പിക്സ്, അതേപോലെ അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എൻ്റെ അഭിപ്രായത്തിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അതിന്റെ ഹോട്ട് ടോപ്പിക്സിലോട്ട് നമുക്ക് കിടക്കാം. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സെക്രട്ടറി ടെസ്റ്റിന്റെ പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് മാത്സിന് ഒരു 20 മാർക്ക് സെക്രട്ടറി ടെസ്റ്റിന്റെ പ്രിലിംസിന് വരുന്നുണ്ട്. കൂടാതെ മലയാളം ഒരു 10 മാർക്ക്, അതായത് റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, അപ്പൊ തന്നെ 40 മാർക്ക്. അതുകൂടാതെ ഹിസ്റ്ററി ഒരു 10 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ ഹോട്ട് ടോപ്പിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടുമ്പോൾ തന്നെ ഒരു 60 മാർക്കിലോട്ട് ആയിട്ടുണ്ട് മാർക്ക്. അപ്പോൾ എങ്ങനെ പോലെ ഒരു 50 to 55 മാർക്ക് മതി ഇതുവരെയുള്ള പ്രിലിംസ് എക്സാമിനെല്ലാം കട്ട് ഓഫ് വന്നേക്കുന്നത്. ഒരു 50 to 55 മാർക്ക് മാക്സിമം. 50 മാർക്ക് വരെയൊക്കെയാണ് വന്നിരിക്കുന്നത്. കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റുകൾക്ക് 50 മാർക്ക് വരെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. LSTS പോലുള്ള എക്സാംസിനും അതുപോലെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് ഒരു 50 മാർക്കൊക്കെ വന്നിട്ടുണ്ട്. LSTS 45-ന് മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് ടെസ്റ്റിനൊക്കെ 40-നടുത്ത് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കട്ട് ഓഫ് കഴിഞ്ഞിടയ്ക്കത്തെ ട്രെൻഡ് നോക്കാനാണെങ്കിൽ 50 മാർക്ക് എന്നുള്ള കട്ട് ഓഫ് മതിയാവും. പിന്നെ കോമ്പറ്റീഷൻ കൂടിയോ എന്നുള്ളൊരു സംശയത്തിന്റെ പുറത്ത് നമുക്കൊരു 55 മാർക്ക് വരെയൊക്കെ വെക്കാം. അങ്ങനെ നോക്കാനാണെങ്കിലും ഇപ്പൊ പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഹിസ്റ്ററി, ഇത്ര സബ്ജക്റ്റ് വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു 60 മാർക്കിലോട്ട് എത്താൻ സാധിക്കും. അപ്പൊ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡിഗ്രി ലെവൽ എക്സാമിന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു കിട്ടാക്കനിയൊന്നുമല്ല, അതായത് കിട്ടാനായിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ തന്നെ നിങ്ങൾ സെക്രട്ടറി ടെസ്റ്റിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുക. കാര്യം പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ 2 എക്സാംസ് വരുമ്പോഴത്തേക്ക് പ്രിലിംസിന്റെ വേണ്ടിയിട്ടുള്ള സമയം ഒരു മെയിലൊക്കെ എക്സാം വരുവാണെങ്കിൽ, ഏകദേശം വരുവാണെങ്കിൽ ആ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സമയം തന്നെ വളരെ ചുരുക്കമാണ്. 2-3 മാസമൊക്കെ സമയമാണ് നിങ്ങൾക്കുള്ളത്. ആ സമയം നിങ്ങൾക്ക് പ്രിലിംസിന്റെ പ്രിപ്പറേഷനായിട്ട് തന്നെ ഉപയോഗിക്കാം. മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ ആ രീതിക്കുള്ള ഒരു ബിഗിനർ ലെവലാണെങ്കിൽ ആദ്യം തന്നെ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പ്രിലിംസിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രിലിംസിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു കാര്യങ്ങളിലോട്ടാണ്. ഹോട്ട് ടോപ്പിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഹിസ്റ്ററി 10 മാർക്കിന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഹിസ്റ്ററിയുടെ ഹോട്ട് ടോപ്പിക്സിലോട്ട് നമ്മൾ പോകാനാണെങ്കിൽ ആദ്യം തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞൊരു സിലബസ് പോയിന്റ് വരുന്നുണ്ട്. ആ അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവര് യൂറോപ്യൻസ് അറൈവ് ചെയ്ത ഓർഡർ, അതേപോലെ തന്നെ നമ്മുടെ സാമൂതിരി, അങ്ങനെയുള്ള കുറച്ച് രാജാക്കന്മാരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. അതിന് ആ ഒരു കാര്യം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരും. അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കി പോലുള്ള കോൺട്രിബ്യൂഷൻസ് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാനായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഹിസ്റ്ററിലോട്ട് പോകുകയാണെങ്കിൽ 1857 റിവോൾട്ട്, 1857 വിപ്ലവം, 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, അതിന്റെ വിശേഷണങ്ങൾ, ഇതൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്ന ഓരോ സ്ഥലത്തെ അതിന്റെ നേതാക്കൾ, ഇതൊക്കെ ഒരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നീട് വരുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് നമ്മുടെ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, പിന്നെ ഗാന്ധി ഇർവിൻ സന്ധി, അതേപോലെ വട്ടമേശ സമ്മേളനങ്ങൾ, അതേപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹം, അതേപോലെ നമ്മുടെ പാലി സത്യാഗ്രഹം പോലെയുള്ള കേരള ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ പഴശ്ശി റിവോൾട്ട് പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോട്ട് ടോപ്പിക്സിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങാനായിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ, ഇന്ത്യയിലെ പ്രസിഡന്റുമാർ, അതേപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഹോട്ട് ടോപ്പിക്സിൽ കയറി വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഹിസ്റ്ററിയിൽ നിന്ന് വരാനുള്ളത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പറയാനാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് നിർദ്ദേശകത്വങ്ങൾ, DPSP എന്ന് പറയുന്ന സാധനങ്ങളിൽ പല കാര്യങ്ങളും കയറി വരുന്നുണ്ട്, സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ, ഇൻ ജനറൽ പറയുകയാണെങ്കിൽ 12 തൊട്ട് ഒരു 32 വരെയുള്ള ആർട്ടിക്കിളുകൾ, ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 32 വരെയുള്ള ആർട്ടിക്കിൾ, പ്രധാനമായിട്ടും 14 to 32 ആർട്ടിക്കിളുകൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ DPSPയിൽ വരുന്ന ആർട്ടിക്കിൾ, അതായത് 35 തൊട്ട് 51 വരെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശകത്വങ്ങളിൽ വരുന്ന ആർട്ടിക്കിളുകൾ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. പിന്നീട് വരുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. 19ാമത്തെ മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചുള്ള ഇത് വരുന്നുണ്ട്. അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നത്. 10
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതേപോലെ അതിനകത്ത് നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പിന്നീട് ചോദ്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ധനകാര്യ കമ്മീഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ സ്റ്റേറ്റ് PSC നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റേറ്റ് PSC ഏത് ആർട്ടിക്കിളാണ്, അതേപോലെ ഇന്ത്യൻ എമർജൻസിയുടെ 3 ആർട്ടിക്കിളുകളുണ്ട്. അപ്പോൾ ഇന്ത്യൻ എമർജൻസി ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കയറി വരുന്ന ആർട്ടിക്കിൾ, അതിന്റെ പ്രാധാന്യം, കാര്യങ്ങൾ. പിന്നെ പ്രസിഡന്റിന്റെ പ്രത്യേക പവറുകൾ, വീറ്റോ അധികാരം, അങ്ങനെയുള്ള പല ടൈപ്പ് വീറ്റോ അധികാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള അധികാരങ്ങൾ കയറി വരുന്നത്. പിന്നെ നിയമനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ സിവിക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്സിൽ വരുന്ന ചോദ്യങ്ങൾ എല്ലാ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാനായിട്ടില്ല. അതും ലോക്പാൽ, ലോകായുക്ത പോലുള്ള കാര്യങ്ങളെല്ലാം അതിന്റെയൊക്കെ ഒരു ഡെഫിനിഷൻ ഏകദേശം പഠിച്ചു വെക്കുക. അതേപോലെ നമ്മുടെ കമ്മീഷനും കാര്യങ്ങളും, നമ്മുടെ യുവരാഷ്ട്ര കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനിന്റെയൊക്കെ ഒരു പ്രായപരിധി പഠിച്ചു വെക്കുക. അതായത് അവരുടെ പ്രായപരിധി, അതിലെ അംഗങ്ങളുടെ എണ്ണം, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ അതിന്റെ വരുന്ന കറണ്ട് അഫയേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ഏറ്റവും ഇപ്പോഴത്തെ അധ്യക്ഷന്മാരാരൊക്കെയാണ്, അതെല്ലാം പഠിച്ചു വെക്കും. ഇപ്പോഴത്തെ അധ്യക്ഷന്മാരാരൊക്കെയാണ്, എല്ലാത്തിന്റെ അധ്യക്ഷന്മാരാരൊക്കെയാണ്, മന്ത്രിമാരാരൊക്കെയാണ്, കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ പേരുകൾ, അതേപോലെ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ പേരുകളെല്ലാം നമ്മൾ എന്തായാലും പഠിച്ചിട്ട് മാത്രം ഏതൊരു എക്സാമിനും പോകുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇപ്പോൾ G20 സമ്മിറ്റിനെ കുറിച്ചും, അതേപോലെ ഓരോ ഉച്ചകോടികൾ, അതേപോലെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഓസ്കാർ കാര്യങ്ങളൊക്കെ വന്നതിനെ കുറിച്ച്, നോബൽ സമ്മാനങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അതേപോലെ നമ്മുടെ കേരളത്തിൽ വരുന്ന ഓരോ ഇപ്പോൾ നമ്മുടെ സാഹിത്യത്തിനുള്ള സമ്മാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രം ആ ഒരു എക്സാമിന് പോവുക. എപ്പോഴും നമ്മൾ ഇത്രയൊക്കെ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മാർക്ക് 55 മാർക്കിലോട്ട് എത്തിയാൽ മതി. നമുക്ക് ഒരിക്കലും ഒരു മെയിൻസ് എക്സാം പാസ്സാകുന്ന രീതിക്കുള്ള മാർക്ക് വേണം. എപ്പോഴും ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്രട്ടറി ടെസ്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സെക്രട്ടറി ടെസ്റ്റിന് ഇപ്പോൾ 2 പേപ്പർ മെയിൻസിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LSGSന് നടന്നതുപോലെ തന്നെ LSGSന് 2 പേപ്പറും കൂടി ചേർത്തിട്ടായിരുന്നു ഒരു കട്ട് ഓഫ് ഇട്ടിരുന്നത്. 2 പേപ്പറിന്റെ മാർക്ക് കൂടി ചേർത്തിട്ട് കട്ട് ഓഫ്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ഒരു കട്ട് ഓഫ് തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പേപ്പറിൽ പ്രിലിംസ് എങ്ങനെയെങ്കിലും കടന്നു കൂടിക്കഴിഞ്ഞാൽ സെക്കൻഡ് പേപ്പറിലോട്ട് വരുമ്പോഴത്തേക്ക് ആ സെക്കൻഡ് പേപ്പർ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആയിരിക്കും നമ്മൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം പഠിക്കാനായിട്ട് റെഡി ആണെങ്കിൽ സെക്കൻഡ് പേപ്പറിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. കാര്യം വളരെ പരിമിതമായ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പുസ്തകങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ലഭിക്കും. അത് പഠിക്കാനായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ലീഡിംഗ് ആയിട്ടുള്ള ബുക്ക് സ്റ്റോറുകളിൽ ലഭിക്കും. ആ പുസ്തകങ്ങൾ വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ് ഇതല്ല. എൻ്റെ അഭിപ്രായത്തിൽ പുസ്തകങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല സോഴ്സ് സെക്കൻഡ് പേപ്പർ നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന് പഠിക്കാനായിട്ട്. അപ്പോൾ ആ സെക്കൻഡ് പേപ്പർ നമുക്കൊരു എപ്പോഴും ഒരു മാർക്ക് സ്കോറിങ്ങിനായിട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ പ്രിലിംസ് പാസ്സാകുകയാണെങ്കിൽ മെയിൻസിന് ആ സെക്കൻഡ് പേപ്പർ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ അതിന്റെ മെയിൻസ് പാസ്സാകാനായിട്ട് നല്ല രീതിക്ക് സാധ്യത വരുത്തുന്ന ഒരു എക്സാമാണ് നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ. അപ്പോഴും ഈ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു മെയിൻസിന് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഈ പ്രിലിംസിന് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻസിന്റെ പേപ്പർ 1 നമുക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രിലിംസ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കോൺഫിഡൻസ് വെച്ച് നമുക്ക് സെക്കൻഡ് പേപ്പറിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതിയാവും. അപ്പോൾ പ്രിലിംസിന് ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ഒരു ടോപ്പിക്സും കൂടി നമ്മൾ ആ സെക്കൻഡ് പേപ്പർ 1 പഠിച്ചാൽ മതിയാവും. അപ്പോൾ അത്രയുമാണ് നമ്മൾ ആ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മുടെ കലയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെയൊക്കെ ജനറൽ പല ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിനൊരു ജനറലൈസ്ഡ് ആയിട്ട് പറയാനായിട്ടില്ല. പിന്നെ സാഹിത്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് എപ്പോഴും സാഹിത്യത്തിൽ കൂടുതലും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃതി തന്നിട്ട് അത് എഴുതിയ ആൾ, അല്ലെങ്കിൽ ഒരു വരികൾ തന്നിട്ട് അത് എഴുതിയ ആള്, ഇത്രയാണ് അതിനകത്ത് കൂടുതൽ ചോദിക്കുന്നത്. പുസ്തകങ്ങൾ തന്നിട്ട് അത് എഴുതിയ ആള്, ആ ഒരു രീതിയിൽ അത് ഫോക്കസ് ചെയ്ത് മാക്സിമം അതിന്റെ കാര്യങ്ങൾ പഠിച്ച് പോകുന്നുള്ള മാത്രമാണ്. സയൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും വൈറ്റമിൻസ്, ഹ്യൂമൻ ശരീരത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതേപോലെ എക്കോളജിയിലെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ആസിഡുകളെ കുറിച്ചും അങ്ങനെ കെമിസ്ട്രിയിലെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് അതിലൊരു കോമൺ ടോപ്പിക്കായിട്ട് പറയണം. പ്രത്യേകിച്ച് മനുഷ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. പിന്നെ ചില പ്രത്യേക ലോഹങ്ങളുണ്ട്, അതിന്റെ ചോദ്യങ്ങൾ വരും. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കയറി വരും. പിന്നെ നമ്മുടെ അതേപോലത്തെ ഒരു ലോഹം ഉത്തരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ, അതേപോലെ ചില കോമ്പൗണ്ട്സ് ഉത്തരമായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ക്യുക്ലൈമിന്റെ ഫോർമുല ഏതാണ്, കാൽസ്യം ഓക്സൈഡ്, CaO, അതേപോലുള്ള ഒരുപാട് ഒരു കോമ്പൗണ്ട്സ് ഉത്തരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ചില രാസസംയുക്തങ്ങളിൽ തന്നെ ചില പ്രത്യേകത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത്. പിന്നെ നമ്മുടെ ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സിൽ ചില ഓരോന്നിന്റെയും
യൂണിറ്റുകളെ കുറിച്ച് ചോദ്യം പറയുന്നത്, അതിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ട്. അതേപോലെ ചില ഇക്വേഷൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസിനൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള രീതി വെച്ചിട്ട് ചില നമ്മുടെ +2 ചില ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. അത് ഹയർ ലെവലിലാണ്. നമ്മളിപ്പോൾ പ്രിലിംസിന്റെ പ്രിപ്പറേഷന്റെ സ്കോപ്പിൽ അത് നമ്മളൊന്നും പറയുന്നില്ല. പ്രിലിംസ് പാസ്സായി മെയിൻസിലോട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യണം. പ്രിലിംസിന് ഒരു 50 മാർക്ക് 55 മാർക്ക് മതിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ അതിലോട്ടൊന്നും അത്രയും ആ ഒരു 2-3 മാർക്കിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഒരു ബേസിക് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വേറെ ഒന്നുമല്ല. അത് എല്ലാ പരീക്ഷകൾക്കും അത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നുള്ള ഒരു സിനറിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇപ്പോഴും ചുറ്റുപാടും കേൾക്കുന്ന പോലെ തന്നെ UPSCയുടെ ചോദ്യങ്ങളൊക്കെ, സിവിൽ സർവീസിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. സിവിൽ സർവീസിന് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സിവിൽ സർവീസിനും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഉപയോഗിച്ച് പഠിക്കാറുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ മോക്ക് ടെസ്റ്റുകൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വെച്ചെങ്കിലും ചെയ്തു പോവുക. പിന്നെ സമയം കൂടുന്നതനുസരിച്ചിട്ട് എക്സാം അടുക്കും തോറും മോക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. മോക്ക് ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ LGS എക്സാമിന്റെ ലാസ്റ്റ് ഗ്രേഡ് സർവറിന്റെ കണ്ടസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ചാനൽ. അപ്പം അങ്ങനെ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തു പോകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ആ ഒരു മാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങളുടെ ഒരു പരീക്ഷ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ മാർക്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യുക, അത് കൂടുതൽ പഠിക്കുക. അപ്പോൾ നമുക്ക് പ്രിലിംസിന്റെ കണ്ടസ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതേപോലെ ഹിസ്റ്ററി ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെ 60 മാർക്ക് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു 60 മാർക്കിൽ ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ചോദ്യങ്ങളിലൂടെയും ചെറിയ രീതിയിൽ പഠിച്ചും പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്ന ഏരിയ ഈ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എപ്പോഴും നിങ്ങൾ കരുതേണ്ട ഒരു കാര്യം, സമയം എന്നുള്ളത് ഒരു അൺലിമിറ്റഡ് റിസോഴ്സ് ആണെന്ന് ചിന്തിക്കാതിരിക്കുക. സമയം എന്നുള്ളത് ഒരു ലിമിറ്റഡ് റിസോഴ്സ് ആണ്, കുറച്ച് മാത്രമുള്ള ഒരു റിസോഴ്സ് ആണ് സമയം എന്ന് പറയുന്നത്. ഒരു 70-71 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ഏകദേശം 26,000 ദിവസങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. 71 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ഏകദേശം 26,000 ദിവസങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും സമയം ഭയങ്കര വലുതാണ്, കുറെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ പ്രായം കടന്നു പോകുന്നു, ഏജ് ലിമിറ്റോട് എത്തുന്നതൊക്കെ വളരെ പെട്ടെന്നായിട്ട് പിന്നീട് ഏജ് ലിമിറ്റിൽ എത്തിയവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ എക്സാമിനെ നിങ്ങൾ ഒരു ലഘുവായിട്ട് കാണാതെ ഓരോ എക്സാംസ് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണ്ടിട്ട് അത് പറ്റുന്ന രീതിയിൽ ദിവസവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങൾ എന്ത് ജോലിക്ക് പോയി കഴിഞ്ഞാലും ആ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാമെന്നുള്ളൊരു വാസ്തവം അവിടെ ഉണ്ട്. അപ്പോൾ ആ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഇല്ലെങ്കിൽ അല്ലാതെയാണെങ്കിൽ നിങ്ങൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ആണെങ്കിൽ കൂടുതൽ ടൈം 3-4 മണിക്കൂറും അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം നിങ്ങൾ തനിയെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ ഇരുന്ന് പഠിച്ച സമയം ഒരുപക്ഷെ നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ ഇരുന്ന് പഠിച്ച സമയം ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരും പഠിച്ചിട്ടുള്ളൊരു സമയമായിരിക്കും. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ലെന്ന് വരാം. പക്ഷെ അപ്പോഴും നിങ്ങൾ തനിയെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അവർ പറയുന്ന ജനറലായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് വീക്ക് പോയിന്റ് എന്നുള്ള മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ സ്വയം ഇരുന്ന് പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ കോച്ചിങ് സെന്ററുകളും കാര്യങ്ങളും നിങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയും നിങ്ങൾ സ്വയം ഇരുന്ന് പഠിക്കാനും കൂടുതലായിട്ട് ഉപയോഗിക്കുക. മറ്റുള്ളവർ പറയുന്ന ടോപ്പിക്സ് മാത്രമല്ല, സ്വയം നിങ്ങൾ പഠിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ സിലബസ് എക്സാമിന് മുമ്പായിട്ട് വളരെ മുമ്പായിട്ട് തന്നെ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ആ ഒരു ദിവസത്തിന് മുമ്പ് എക്സാമിന്റെ സിലബസ് തീർക്കുക എന്നുള്ളൊരു കാര്യം പരിഗണിക്കുക. പിന്നെ റാങ്ക് ഫെയിലും കാര്യങ്ങളും മറ്റ് ചാനലുകാരും അല്ലെങ്കിൽ അതേപോലെ ബുക്സ് ഇറക്കുന്നവരും പറയുന്ന പോലെ അവരുടെ റാങ്ക് ഫെയിലാണ് നല്ലത്, ഇവരുടെ റാങ്ക് ഫെയിലാണ് നല്ലത് എന്നുള്ളത് നോക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബുക്കുകൾ സെലക്ട് ചെയ്യുക. ബുക്ക് സെലക്ഷന്റെ വീഡിയോസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്സുകളൊന്നും ഞാൻ എഴുതിയ ബുക്സ് ഒന്നുമല്ല. അപ്പോൾ എങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് ബെസ്റ്റ് ബുക്സ് എന്നുള്ള രീതിയിലാണ് ഞാനത് ഇട്ടേക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് UPSCയുടെ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കേരള റാങ്ക് ഫെയിൽസ് ഒക്കെ തന്നെ ധാരാളമാണ്. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാംസ് ഒക്കെ ഇതുവരെ എഴുതിയ എല്ലാ ഡിഗ്രി പ്രിലിംസ് എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നോർമൽ വളരെ 10th ലെവൽ പ്രിലിംസ് പാസ്സാകുന്ന ഒരു ലാഘവത്തോടെ പാസ്സാകാൻ സാധിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാം. നമുക്ക് ആര് കോൺഫിഡൻസ് തരുന്നോ
അത് നമ്മൾ നല്ല രീതിക്ക് സ്വാഗതം ചെയ്യുക. നമുക്ക് അവസരങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വരില്ല. അവസരങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ആ ഒരു അവസരം എപ്പോഴും വന്നു ചേരണമെന്നില്ല. പിന്നീട് അത് വരാനായിട്ട് വർഷങ്ങൾ ചിലപ്പോൾ എടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഉള്ള ഒരു സമയത്ത് വരുന്ന അവസരങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമുക്കൊരു പഠിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും കണ്ടു എന്ന് വരില്ല. ചിലത് പറയാറുണ്ട്, സ്റ്റുഡൻസ് വിളിച്ച് പറയാറുണ്ട്. അതായത് കല്യാണത്തിന് മുമ്പൊക്കെ പഠിക്കാനായിട്ട് ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ പഠിക്കില്ലായിരുന്നു, ഇപ്പോൾ കുട്ടിയൊക്കെ ആയ ശേഷം പഠിക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല എന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഇനി പാസ്റ്റിലോട്ട് പോവാതെ ഇപ്പൊ നമുക്ക് എത്രത്തോളം എന്തൊക്കെ ലഭിക്കുന്നത്, എത്രത്തോളം നമുക്ക് അവസരങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഉപയോഗിച്ച് പഠിക്കുക. ചിലപ്പോൾ നാളെ ഇതിൽ കൂടുതലാകാനേ ചാൻസ് ഉള്ളൂ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രായം കൂടുന്തോറും പഠനം കൂടുതൽ ദുഷ്കരമായി മാറുമെന്നുള്ള വാസ്തവം മനസ്സിലാക്കി ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനം ഉണ്ടാവും. ഒരു ജോലി എന്നുള്ളത് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ വളരെ നല്ലതാണ് ജോലിക്ക് 9 to 5 അല്ലെങ്കിൽ 10 to 5 എന്നുള്ള ഒരു ജോലിക്ക് പോകുന്നത്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ വളരെ മനോഹരമായിരിക്കും നല്ലൊരു ഗവൺമെന്റ് ജോലിക്ക് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രൈവറ്റ് ജോലിക്കൊന്നും യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ലാത്ത ഈ ഒരു കാലത്ത് എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും ഗവൺമെന്റ് ജോലിയിലോട്ട് എത്തുക എന്നുള്ള ഒരു കാര്യത്തിലോട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയിക്കുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പഠിക്കുക. ഇത്ര മാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ പ്രിപ്പറേഷനും ഞാൻ കൂടെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഇതേപോലെയുള്ള ചോദ്യപേപ്പറും മറ്റു കാര്യങ്ങളും, അതേപോലെ വീഡിയോ നോട്ടിഫിക്കേഷൻസും മറ്റ് ഫാക്സുകളും കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിന്റെ ഗ്രോത്തിന്റെ ഒപ്പമുള്ള പ്രയോജനം നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾ വീഡിയോ കൂടുതൽ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ.